ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാനിവിടെ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ കമ്പനിയിൽ 4 years ആയി. ഞാൻ മെയിൻലി റിക്രൂട്ട്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഞങ്ങളുടെ തന്നെ ഒരു ട്രെയിനിങ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐവിയിലേക്ക് ഞങ്ങൾ മാള മെറ്റ്സ് പോളിടെക്നിക് കോളേജിൽ നിങ്ങളെല്ലാവരെയും നമ്മുടെ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. സോ നമ്മൾ ഓൾറെഡി അവിടെ വച്ചിട്ട് പറഞ്ഞു, ഓഫീസിൽ വച്ചിട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മുടെ കമ്പനീനെ പറ്റിയിട്ടൊരു ബ്രീഫ് ഞങ്ങളുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ സർവീസസ്, നമ്മുടെ ഒരു ഓവറോൾ കമ്പനീനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടു. നമ്മുടെ HR എക്സിക്യൂട്ടീവ് മിഥുനേനെ വെൽക്കം ചെയ്യും. ഹായ് ഓൾ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? സെറ്റായല്ലോ? ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, HR ആക്ടിവിറ്റീസ് ആണ് മെയിൻലി ഹാൻഡിൽ ചെയ്യുക. ഇത് ഇപ്പോൾ ഒരു ജോബ് നമുക്കൊരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ജോബ് പോസ്റ്റ് ചെയ്യുന്നത് മുതൽ ആളെ റിക്രൂട്ട് ചെയ്ത് ആൾക്ക് ഇവിടെ കമ്പനി ത്രൂ ഔട്ട് ആളുടെ എക്സ്പീരിയൻസ് ഓർ ആളെങ്ങനെയാണോ വരുന്നത് അത് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്ത് ഓൺ ബോർഡിങ് ടു ഓഫ് ബോർഡിങ് എന്നുള്ള പ്രൊസീജിയർ പറയാം. ഓക്കെ, അത് മുഴുവൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതാണ് ആക്ച്വലി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. UAE ബേസ്ഡ് ആയിട്ടുള്ള ഫേമാണ് ആക്ച്വലി നമ്മളുടെ IT ഫേം. UAE ബേസ്ഡ് ആണ്. ഇതിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് വിങ് മാത്രമാണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ, അതായത് കുറേ ഇൻഫോ പാർക്കിൽ നമ്മൾ ഉള്ളത് നമ്മുടെ ഡെവലപ്മെൻറ്റ് വിങ് മാത്രമാണ്. നമ്മൾ ഇവിടെ കൂടാതെ കൊരട്ടിയിലുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ് വിങ് കൂടാതെ നമുക്ക് വേറെ 3 ഡിവിഷൻസ് ആണ് ഉള്ളത്. 2 മാർക്കറ്റിംഗ് വിങ്ങും ഒരു ട്രെയിനിങ് ഡിവിഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ മാർക്കറ്റിംഗിൽ നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ക്ലയൻസിനെ അക്വയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ അറിയാമായിരിക്കും. സോ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി നമ്മളവിടെ ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ലീഡാണ് ഗോകുലിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നല്ലൊരു ട്രെൻഡിങ് ഒരു 10 വർഷം ഒരു 15 വർഷമായിട്ട് കയറി വന്നിരിക്കുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ആർക്കെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാൾ? അതെ, കറക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ മാർക്കറ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ക്ലയൻസിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ്സ് എത്തിച്ച് അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ്ലി ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പേജ് വഴി ഡെവലപ്മെന്റ് ടീമിൽ കണ്ണനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഡെവലപ്മെന്റ് ടീമിലാണ്. ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് സംസ്ഥാനത്ത് ബോർഡിങ് എന്തെങ്കിലും പറയായിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ്, കാരണം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ് ആണെന്ന്. ഓക്കെ, സോ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെൽവിനെ ഇൻവൈറ്റ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ബാക്ക് എൻഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ, നമുക്ക് കുറച്ച് ഡാറ്റാ ബേസ് ഉണ്ടാവും. ആ ഡാറ്റ ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കുക. അവിടെ നിന്ന് തന്നെ റെസ്പോൺസ് തിരിച്ച് നമ്മൾ ബാക്ക് എൻഡിലേക്ക് എടുത്തു വെച്ച് സേവ് ചെയ്യുക. ആ ഡാറ്റേനെ പ്രോസസ് ചെയ്യുക. അതിനനുസരിച്ച് ഇത് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ലൈക്ക് എങ്ങനെയാണ് നമുക്കൊരു ജോബിലേക്ക്, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാക്കി നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് തരാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ വർക്ക് പ്രോസസ്സ് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു IT ജോബ് ലാൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പം അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാനുണ്ടോ?
ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളും മാർക്കറ്റിങ്ങിലും ഇത് വേണമെന്നുള്ളത്. പൊതുവെ ഞാൻ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര വലിയ കമ്പനികളൊന്നുമല്ല, ചെറിയ ചെറിയ ബിസിനസ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കമ്പനിയാണ്. സോ അതിൻ്റെതായ രീതിയിൽ അതിലും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഒരു വർക്ക് ചെയ്യണം എനിക്ക് തോന്നുന്നു. എല്ലാം മനസ്സിലായാലും തന്നെ പറഞ്ഞു വിചാരിച്ചത് അതാണ് പറയുന്നത്. നമ്മുടെ സ്വന്തമായിട്ട് വെബ്സൈറ്റും കാര്യങ്ങളിലൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കണം. പിന്നെ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോലെ തന്നെ അതിൽ തന്നെ ചാറ്റ് ടെലികോളിംഗ് എങ്ങനെയുണ്ടെന്ന് പ്രീവിയസ്ലി നിങ്ങൾ ഐവിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു സെഷൻ ഞങ്ങളുടെ അടുത്ത് വന്നതിന് എല്ലാവരും താങ്ക് യു. സോ ഓക്കെ. എൻ്റെ പേര് വിവേക്. ഞാൻ മിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇപ്പോൾ ഐവിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. കമ്പനി വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് മെയിൻലി ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ആ ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പറഞ്ഞു തന്നത്. കൂടാതെ വന്നവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കമ്പനിയും ഇവിടുത്തെ എൻവയോൺമെൻറ്റും പിന്നെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ പേര് ആദർശ് എന്നാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ചും കൂടിയും നമ്മളുടെ പ്രൊഫഷണലി നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ പഠിക്കാനുള്ള ഓപ്ഷൻസിനെ നമുക്ക് കുറച്ചും കൂടിയും ഓപ്പണായിട്ട് നമുക്ക് തുറന്ന് കാട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായാലും പിന്നെ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് ഡെവലപ്മെൻറ്റ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടിയും വിഷൻ ഉണ്ടാക്കി തന്നു. നമ്മൾ പഠിക്കുന്നതിലും കാര്യങ്ങളിലൊക്കെ വിഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് കുറച്ചും കൂടിയും നല്ലൊരു അപ്ഗ്രേഡ് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അപ്ഗ്രേഡ് ആയിട്ടാണ് തോന്നിയത്. സ്പെഷ്യൽ താങ്ക്സ്. നമുക്ക് ഇവിടെ എടുത്തുന്ന ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് ആയാലും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ക്ലാസ് എടുത്ത് തന്നത്. ഇത്ര നല്ലൊരു കമ്പനിയിൽ ഞങ്ങൾക്ക് വിസിറ്റിംഗ് തന്നതിന് താങ്ക്സ് എല്ലാവരും.